ഹായ്, വെൽക്കം ടു rcmech. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഷിംഗ് റീലും ഫിഷിംഗ് റോഡുമാണ്. ഇത്രയും സൈസേ കാണത്തുള്ളൂ നമ്മുടെ റീൽ വരുമ്പോൾ. പിന്നെ അതിന് പറ്റുന്ന ഒരു ഒരടിയൊക്കെയുള്ള ഒരു റോഡും നമ്മൾ ഉണ്ടാക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കും കേട്ടോ. റിയലിസ്റ്റിക് എന്ന് മാത്രമല്ല, അത് വെച്ച് നമുക്ക് മീൻ പിടിക്കാനും പറ്റും. പിന്നെ നമ്മൾ സർപ്രൈസ് ആയിട്ട് നമ്മൾ സെബിച്ചിന് കൊടുക്കും കേട്ടോ. സെബിച്ചിനൊക്കെ ഇപ്പോൾ UK ലാണ്. അവൻ വന്നു കഴിയുമ്പോഴത്തേനും അവന് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സർപ്രൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഗൈഡാണ് കേട്ടോ. അപ്പോൾ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഈ കമ്പി നമുക്ക് വളച്ച് നമുക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെ സ്പേസ് ഇട്ടിട്ട് നമുക്ക് ഗൈഡ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗൈഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗൈഡ് ഏറ്റവും ടിപ്പിലെ ഗൈഡാണ് കേട്ടോ, ഏറ്റവും ചെറുത്. അപ്പോൾ ഇത് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം. ശരിക്കും ഇത്രയും ചെറുതായതുകൊണ്ട് ഇത് ഫിക്സ് ചെയ്യാൻ നല്ല പാടാണ് കേട്ടോ. നമുക്ക് ശരിക്കും ടിപ്പ് നമ്മൾ ശരിക്കും ഫിഷിംഗ് റോഡിന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഫിഷിംഗ് റോഡിന് ശരിക്കും ഇങ്ങനെ വെച്ചിട്ട് ഒരു നൂല് വെച്ചിട്ട് ഫുള്ള് ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ പിടിച്ചുകൊണ്ട് ചുറ്റാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഇത്രയും ചെറിയ സാധനം ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബെയിൽ ഇത് ജസ്റ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പൊസിഷനൊക്കെ ഏകദേശം കറക്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ റിയൽ റോഡിൽ ചെയ്യുന്ന പോലെ തന്നെ അതിനെ നമുക്ക് ടൈ ചെയ്യണം. അപ്പോൾ അവർ യൂസ് ചെയ്യുന്നത് നോർമൽ ബ്രൈഡ് തന്നെയാണ്. ബ്രൈഡ് പോലത്തെ നൂലാണ്. അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഗ്ലൂ ഇട്ട് ചെയ്യുന്നത്. നമ്മൾ റിയൽ ബ്രൈഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് മറ്റേ ലൈറ്റ് ടാക്കിൾസിന് വേണ്ടിയുള്ള ഏറ്റവും ചെറിയ ലൈനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൂല് ചുറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മളത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിതിലേക്ക് ഇച്ചിരി ഗ്ലൂ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗൈഡ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ശരിക്കും ഒരു അഞ്ച് ഗൈഡ് കൂടെ ഇനി വേണം. അപ്പോൾ അതുകൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ 5 ഗൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയ സൈസ് ഡിഫറൻസ് വരുന്ന ഒരു 5 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഏകദേശം ഒരേ സൈസിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇനി അത് ഒട്ടിക്കാമേ. ഇനി നമ്മുടെ ഏറ്റവും വലിയ ഗൈഡാണ് കേട്ടോ, ഏറ്റവും ആദ്യത്തെ ഗൈഡ്. അങ്ങനെ നമ്മുടെ 5 ഗൈഡ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ നൂല് കെട്ടി ഒന്നുകൂടെ സ്ട്രോങ് ആക്കാം. ഇതേ കണ്ടല്ലോ. നമ്മുടെ അവസാനത്തെ ഗൈഡും നമ്മൾ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡിൻ്റെ പണി ഏകദേശം എല്ലാം കഴിയും. അതിൽ ചെറുതായിട്ട് നമ്മൾ ഈ ഒരു ഗ്ലൂ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റ് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ നമ്മൾ ഒറിജിനൽ റീലിനൊക്കെ കാണുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെ ഇരിക്കും. അങ്ങനെ നമ്മുടെ റോഡിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഗൈഡൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാളും രസമുണ്ട്. ഒറിജിനൽ റോഡ് പോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിഷിംഗ് പോൾ ആയതുകൊണ്ട് നമുക്കിതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും ബെൻഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഇതിനേക്കാളും കൂടുതൽ നമുക്ക് ഇതിനെ ബെൻഡ് ചെയ്യാം. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെയിം ഫിഷിംഗ് ബോളിൽ എൻ്റെ 200 രൂപയുടെ അങ്ങോട്ട് സാധനമാണ്. ഇതിൻ്റെ ഒരു 7 ഫീറ്റ് ഫിഷിംഗ് ബോളിൽ നമ്മളൊരു 10 കിലോയുള്ള മീനെ വരെ പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് സത്യം പറഞ്ഞാൽ അതാണ് കോംപ്ലിക്കേറ്റഡ് പാർട്ട്. നമുക്ക് ഒരു റീൽ ഉണ്ടാക്കണം. അപ്പോൾ ബെയ്റ്റ് കാസ്റ്റിംഗ് റീൽ വേണോ സ്പിന്നിങ് റീൽ വേണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം സ്പിന്നിങ് റീലിന് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ഹാൻഡിലും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ്. അപ്പോൾ നമുക്ക് അടുത്ത് കഴിഞ്ഞ് റീൽ ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തന്നെ സ്പിന്നിങ് റീൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി നല്ല ടഫായിട്ടുള്ള കാര്യമാണ്. കാരണം ചെറിയ ഇതിനകത്ത് നമുക്ക് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വരും. അതുകൊണ്ട് നമ്മൾ നോർമൽ ഒരു റീൽ നമുക്ക് നൂല് അത്യാവശ്യം ചുറ്റാനും അതുപോലെ അഴിച്ചുവിടാനും ഒക്കെ പറ്റുന്ന ഒരു റീൽ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അതിനുവേണ്ടി 2 സാധനം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ റീൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം.
നമ്മൾ 2 പീസ് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റീലിൻ്റെ 2 സൈഡിലും വരുന്നത്. അങ്ങനെ നമ്മളിത് നമ്മുടെ റീലിൻ്റെ ബോഡിക്ക് വേണ്ട സാധനങ്ങൾ ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. ഇത് രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ കമ്പി ഈ 4 ഈ ഹോളിൽ കൂടെ കയറ്റി വിടുവേ. ഇത് നമ്മുടെ റീലിൻ്റെ ഫൈനൽ സാധനം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി അകത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, പിന്നെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒട്ടിക്കാം. ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടിച്ച് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നടുക്കൂടെ ഒരു ഹോൾ ഇട്ടിട്ട് ചുമ്മാ ഒന്ന് കറക്കി നോക്കി. നല്ല രസമുണ്ട്. ചെറിയൊരു വളമുണ്ട് കേട്ടോ, അതാ സെൻറ്ററിലെ ഹോൾ ഇച്ചിരി മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റീലിൻ്റെ ബോഡി. അപ്പോൾ ഇനി നമുക്ക് നൂലും നമ്മുടെ ബ്രൈഡും കാര്യങ്ങളൊക്കെ അകത്ത് പോകുന്നതിന് അകത്തായിരിക്കും ചുറ്റുന്നത്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ വരും. പിന്നെ നമുക്കിത് റോഡിലേക്ക് പിടിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു കുഞ്ഞ് ഹാൻഡിൽ ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ഓരോന്ന് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പുതിയ ഐഡിയാസ് തോന്നും കേട്ടോ. അപ്പോൾ ഞാനിപ്പം പ്ലാൻ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഒരു റീലിനുള്ള പോലെ തന്നെ ഒരു ഡ്രാഗ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. ശരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റീൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത് വന്നു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആകുവാണ് കേട്ടോ. നമ്മൾ ഇത്രയും ഗിയേഴ്സിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റീലിൻ്റെ പേര് ബോട്ട് റീൽ എന്നാണ് കേട്ടോ. ഹെവി ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് റീലാണ് ഇത്. നമ്മുടെ റീലിൻ്റെ ബോഡിയാണ്. ഓക്കെ, ഇത് അകത്തോടെ വരുന്നത്. ഇതിലാണ് നമ്മൾ ലൈൻ ചുറ്റി വെക്കുന്നത്. പിന്നെ ഒരു ഗിയർ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഗിയർ ഇത് ഇങ്ങനെ വരും. അപ്പോൾ ഈ ഗിയറിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയർ ആയിരിക്കും നമ്മുടെ റീലിനെ സ്റ്റോപ്പ് ചെയ്യുന്ന സാധനം. നമുക്ക് ഡ്രാഗ് സെറ്റ് ചെയ്യാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് നമ്മൾ ഇതിന് ഒരു സ്റ്റോപ്പറായിട്ട് യൂസ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലൈൻ പിന്നെ വലിഞ്ഞു പോകത്തില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ലൂസാക്കോ ടൈറ്റ് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, ഇതിങ്ങനെ വരും. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു സർക്കിളിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സ്വിച്ച് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെക്കുന്നു. പിന്നെ നമ്മൾ ഒരെണ്ണോടെ ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരെണ്ണോടെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഗിയർ നമ്മുടെ അകത്ത് കിടന്ന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. പിന്നെ വരുന്ന ഈ കുഞ്ഞ് 2 സാധനങ്ങൾ നമ്മുടെ റീലിൻ്റെ അകത്ത് പോകേണ്ട സാധനമാണ് കേട്ടോ. ഇതിനിടയ്ക്കായിരിക്കും നമ്മുടെ ലൈൻ നമ്മൾ ചുറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെയർ സെറ്റായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അത് ഫ്രീ ആയിട്ട് തന്നെ അവിടെ എവിടെയും ടച്ച് ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് വരുന്ന ലെയർ കറക്റ്റ് ആ ഗിയറിൻ്റെ സൈസാണ്. നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ അത് ഒട്ടിക്കണേ. അപ്പോൾ അതും നമുക്ക് ഒട്ടിക്കാം. ഓക്കെ, 2 ലെയർ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗിയറിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് തന്നെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പേപ്പർ പിടിച്ച് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ഇത്രയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഒരു സാധനം നമുക്ക് ജോയിൻ ചെയ്യുന്നതിന് നമുക്ക് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ പഴയ എന്തോ ഒരു പാർട്സ് എന്തോ വണ്ടിയുടെ കണ്ടത് ഈ ഹൗട്ടിൻ്റെ വണ്ടിയുടെ എന്തോ പാർട്സാണ്. അപ്പോൾ അതിൽ നമ്മൾ ഹാൻഡിൽ ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഷേപ്പ് ഏകദേശം സെറ്റായിട്ടുണ്ട് ഹാൻഡിലിനുള്ള. ഇനി ഇവിടെ ചെറിയൊരു ബെൻഡ് വേണം, എന്നാലും നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. ഇടയ്ക്ക് കുറച്ച് കത്തിപ്പോയി, എന്നാലും ഈ ഒരു ഷേപ്പിൽ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു 2 സെൻറ്റിമീറ്റർ അടുപ്പിച്ച് വരുന്നുള്ളൂ കേട്ടോ. ഇത് നമ്മളങ്ങനെ നമ്മുടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്ത് വന്നപ്പോഴത്തേക്കിനും രസമുണ്ട്, പക്ഷേ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇത് നമ്മൾ ഇത് കൈ പിടിച്ചാണ് നമ്മൾ കറക്കുന്നത്. നമ്മുടെ റീലിൻ്റെ ഹാൻഡിലും അതിൻ്റെ നോബുമാണ് വരുന്നത്. തീരെ ചെറുതാണ്. ഇത് കണക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ് കേട്ടോ. നോബ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹാൻഡിലിൻ്റെ അറ്റത്ത് വരുന്നത്. ഇതേ പിടിച്ചായിരുന്നു നമ്മൾ റീൽ കറക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി നല്ല സമയമെടുത്തു. കാണാൻ ചെറുതാണെങ്കിലും ഇത് ഇത്രയും സൈസ് കുറവായതുകൊണ്ട് നമുക്ക് കൈ പിടിക്കാനും അതിന് ഷേപ്പ് എടുക്കാനും നല്ല പാടായിരുന്നു. അപ്പോൾ ഇത് വളരെ ഫ്രീ ആയിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇത് എങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഹാൻഡിൽ വരുന്നത്.
ഇത് നമ്മുടെ ഹാൻഡിൽ ഇത്രയും സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ പാട്ടും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളതാണ് കോംപ്ലിക്കേറ്റഡ് ടാസ്ക്. ഇതിനെല്ലാം അസംബിൾ ചെയ്യണം. ഇത്രയും ചെറുതായതുകൊണ്ട് ഇത് കയറ്റി വെക്കുന്നതൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത്രയും പാർട്സാണ് നമുക്ക് ഇതിനകത്ത് അസംബിൾ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ഇത്രയും സാധനം നമ്മൾ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇത് വലിയ കുഴപ്പമില്ലാതെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കിനാണ് നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നത് കേട്ടോ. കറക്റ്റ് നമ്മൾ റീൽ ചെയ്യുന്ന പോലെ കുഴപ്പമില്ല, വലിയ പ്രശ്നങ്ങളില്ലാതെ റീൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ റീലിൻ്റെ മെയിൻ പാർട്സ് എല്ലാം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്, ഹാൻഡിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ റീല് റോഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പോർഷൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ട് തന്നെ ഈ ഒരു ഷേപ്പിൽ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ പോർഷൻ നമ്മളിത് ഇങ്ങനെ ഗ്ലൂ ചെയ്യും കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ റോഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ട് നമ്മൾ ഇങ്ങനെ ഗ്ലൂ ചെയ്യും. അതിനുശേഷം അത് നമുക്ക് റോഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പോർഷൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റീൽ ഹോൾഡറും ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ലതായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. നമ്മൾ എന്താണെങ്കിലും ഇത് വെച്ച് ഫിഷിങ്ങിന് പോകും. അപ്പോൾ നമുക്കറിയാം ശരിക്കും ഇത് എത്ര സ്ട്രോങ് ആണെന്ന്. റീലിൻ്റെ വർക്ക് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോഡ് ഉണ്ടാക്കി ഓൾറെഡി, പക്ഷേ നമുക്ക് റോഡിനൊരു ഹാൻഡിൽ വേണം. ആ ഹാൻഡിലാണ് നമ്മൾ ഇതിങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഹാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടി ഫിഷിംഗ് ബോളിൻ്റെ തന്നെ ഇച്ചിരി വണ്ണമുള്ള പാർട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ സാധനം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഏകദേശം ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഫിഷിംഗ് റോഡിൻ്റെ ഷേപ്പ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ഗ്ലൂ ഒഴിച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റായിട്ട് ഇവിടെ ഇരുന്നോളും. നമ്മുടെ ഹാൻഡിലിൽ ഇങ്ങനെ 2 ബുഷ് കയറ്റിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റീൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമ്മളിത് ഊരിയെടുക്കാവുന്ന പോലെ ഫിക്സ് ചെയ്യുന്നില്ല, കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയിരിക്കില്ല. നമ്മൾ എന്തെങ്കിലും മീൻ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അങ്ങോട്ട് വേണ്ടി മൂവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും ഇതിനെ പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫിഷിംഗ് റോഡിൻ്റെ റീലിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ബാക്കിയുള്ളൊരു സാധനം ഇതിൻ്റെ പെയിൻറ്റിങ്ങും ഡീറ്റെയിലിങ്ങും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുകയാണെങ്കിൽ കറക്റ്റ് ഫിഷിംഗ് റോഡിൻ്റെ ഒരു ആക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ടിപ്പൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഫിഷിങ്ങിന് പറ്റുന്ന ഒരു സാധനം തന്നെയാണിത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒറിജിനൽ ബ്രൈഡ് തന്നെയാണ് കേട്ടോ. ഏറ്റവും ഒരു കുഞ്ഞ് ബ്രൈഡാണ്. അപ്പോൾ നമ്മളിത് ശരിക്കും നമ്മുടെ റീൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഗൈഡിനകത്തൂടെയൊക്കെ നമുക്കിത് കയറ്റി വിടാം. ഒറിജിനൽ ഒരു ഫിഷിംഗ് റീൽ സ്പൂൾ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ സ്പൂൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് നമ്മുടെ കുഞ്ഞൻ റീലിനെ സ്പൂൾ ചെയ്യുവാണ്. ചെറുതാണേലും അത്യാവശ്യം നന്നായിട്ട് ബ്രൈഡ് കയറുന്നുണ്ട്. അത് ചെറിയ ബ്രൈഡ് ആയതുകൊണ്ടാണ് കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൈഡ് കയറുന്നുണ്ട്. മടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കൈ നമ്മളിങ്ങനെ ഇത്രയും ചെറിയ സാധനത്തെ പിടിച്ചിങ്ങനെ കറക്കി അത്യാവശ്യം നല്ല ഇത്ര നേരം കയറ്റിയിട്ടതേ ഇത്ര ആയിട്ടുള്ളൂ നൂല്. പകുതി ആയിട്ടില്ല. നമ്മൾ മറ്റേ റീലുകൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഇത്രയും ചെറിയ റീൽ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇച്ചിരി പാടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, പക്ഷേ ഇപ്പം നമ്മൾ പെട്ടെന്ന് യൂസ്ഡ് ആയി. നമുക്ക് കറക്കുന്നതിൽ ഇത്രയും ചെറുതായിട്ട് കറക്കണമെന്ന് ആദ്യം ഇച്ചിരി പാടായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട്. നൂല് ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. നമ്മുടെ റീലിൻ്റെ ഒരു 70% എടുത്ത് നമ്മൾ ബ്രൈഡ് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ഫുൾ ആക്കുന്നില്ല, കാരണം ഫുൾ ആക്കി ഇതിനിടയിലോട്ട് വല്ലതും പോയി കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ഇപ്പോൾ ഇത്രയും വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണം. നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബ്രൈഡെ പിടിച്ച് വലിക്കുവാണെങ്കിൽ ശരിക്കും റീലിൻ്റെ ആക്ഷൻ ഇതുണ്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ഹെവി ഒരു ഐറ്റം വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു സാധനമാണ്. വീലില്ല, പക്ഷെ എന്നാലും മോട്ടറിൻ്റെ വെയിറ്റ് വെക്കണം. നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ട്രയലിൽ തന്നെ റോഡ് ഒടിഞ്ഞു പോയാലും നല്ല രസമായിരിക്കും. റോഡ് ഓടിയാൻ ചാൻസ് ഇല്ല, പക്ഷേ ഗൈഡ് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ റീലിൻ്റെ സ്ട്രെങ്തും എനിക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണേ. ഓടിക്കും പോലെ സെവിച്ചിന് കൊടുക്കാനുള്ള സാധനമാണ്. ഞാൻ അത് ആദ്യം വിചാരിച്ചത് അവനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കാന്നാണ്. പക്ഷേ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അത്രയും സ്ട്രോങ് ആക്കിയിട്ട് വേണം അവന് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഫുള്ളായിട്ടുണ്ട്. ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
ഒടിഞ്ഞു പോകാനല്ല, ചിലപ്പോൾ വിട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഗൈഡൊക്കെ ചിലപ്പോൾ വിട്ടു പോകുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇതുവരെ പൊങ്ങിയിട്ടില്ല. സോറി, റീലെന്ന് ഞാൻ വിട്ടതാണ് കേട്ടോ. നമ്മൾ ലോക്ക് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ റീലെ പിടിച്ചോണ്ട് തന്നെ വേണം നമുക്കിത് ലിഫ്റ്റ് ചെയ്യാൻ. എന്താ ഒച്ചയൊക്കെ ഇതേ കേട്ടല്ലോ. ഇതാണ് നമ്മുടെ റീലിൻ്റെ, നമ്മുടെ റോഡിൻ്റെ സ്ട്രെങ്ത്. ഗൈഡൊന്നും ഒരു വിഷയമില്ല, ഒരു സീനും ഇല്ല. കണ്ടല്ലോ, ഒരു പ്രശ്നമില്ല കേട്ടോ, അടിപൊളി. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും സ്ട്രോങ് ആണ് കേട്ടോ നമ്മുടെ റോഡും റീലും. ഇനി ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത് റിയൽ ലൈഫിൽ ഈ സാധനം വർക്കാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുണ്ടാക്കിയ കുഞ്ഞൻ റോഡും റീലും വെച്ച് നമ്മൾ മീൻ പിടിക്കും. അത് അടുത്ത വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ, ഈ മീൻ പിടിക്കുന്നതും പിന്നെ നമ്മൾ സർപ്രൈസ് ആയിട്ട് സെബിച്ചിനത് കൊടുക്കുന്നതും. അപ്പോൾ ആ വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നീയുമായിട്ട് ബന്ധപ്പെട്ട് നീയുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കുന്നുണ്ട്.